ഹായ് ഓൾ, ഞാൻ പാത്തുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കാണുന്ന ഈ ഒരു കരിമീനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. ഇക്കാൻ്റെ ഒരു പഴയ ഫ്രണ്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. മീനിനെ കൊണ്ടുവന്ന പാടെ തന്നെ മക്കൾക്ക് അതിന് ജീവനുണ്ടോ എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പരിപാടിയാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനത്തെ നമ്മളുടെ മീൻകുട്ടന്മാരൊക്കെ നല്ല കഴുകി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ മക്കളും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഈ മീൻ നന്നാക്കുന്ന കാര്യത്തിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, അതുകൊണ്ട് ഉമ്മയാണ് കേട്ടോ ക്ലീൻ ചെയ്ത് തന്നത്. അങ്ങനെ നമ്മളിത് ആദ്യം പൊരിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കരുതി എന്തായാലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, അപ്പോൾ നമുക്കിതൊന്ന് എന്താ പറയുക വാഴയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി ഒന്ന് ചുട്ടല്ല പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. മീൻ മസാലയൊക്കെ തെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. ഇതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇത് മീനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്, നെയ്യ് പോലത്തെ എന്തോ ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. സംഗതി എന്തായാലും പൊരിച്ച് കഴിഞ്ഞപ്പോൾ മീനിൻ്റെ കൂടെ ഈ സാധനത്തിന് കാണാനുണ്ടായില്ല കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നത് നെയ്യ് തന്നെയായിരിക്കും. അങ്ങനെ ഇതാ നമ്മളുടെ മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മക്കൾ വന്ന് ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ വന്ന് എനിക്ക് ഷൂട്ട് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ മീൻ ഇതാ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വാഴയും കൂടെ വാട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇതുപോലുള്ള പുഴമീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കറി വെച്ചേ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൊരിക്കില്ല എന്നുള്ള പരാതി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ആ പരാതി ഇതോടുകൂടി മാറ്റിക്കളയാമെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മളുടെ സവാള അരിഞ്ഞതും ചുവന്നുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നേ, അത് ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത ശേഷം തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഞാൻ അധികം ചേർത്തിട്ടില്ല, നമുക്കൊരു ഗ്രേവി പരുവമാകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി ഉണ്ടല്ലോ നമ്മൾ കുടംപുളി കൂടി ചേർത്തിട്ടുണ്ടായി കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ നമ്മൾ നേരെ നമ്മുടെ വാഴ വാട്ടി വെച്ചതിൽ നമ്മളുടെ മസാല ആദ്യം കുറച്ച് വെച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ പൊരിച്ച കരിമീനും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ കുറച്ച് മസാല ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ ഞാൻ തക്കാളി 2 പീസാക്കിയിട്ട് വട്ടത്തിൽ ആക്കിയിട്ട് അതിൽ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളതൊന്ന് ടൈറ്റ് ചെയ്ത് വരിഞ്ഞ് കെട്ടിയ ശേഷം ഒരു ഉരുളി വെച്ചിട്ട് എല്ലാതും കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നന്നായി ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രോസസ്സിങ് കുറച്ച് നീണ്ട സമയം എടുത്തെങ്കിലും കൂടിയിട്ട് സംഭവം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്കും അത് മക്കൾക്കും അതെ ഇക്കാക്കും അതെ ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ആ ഒരു തക്കാളിൻ്റെ ഫ്ലേവറും കൂടെ അതിൻ്റെ അകത്ത് കറങ്ങി വരുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ട്രൈ ആക്കി നോക്കിക്കോട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.